ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് വിജയൻ ടു. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിനിടയിൽ നമ്മൾ ചില പരിഹാരങ്ങൾക്കും ഉപദേശിക്കാറുണ്ട്. ആ പരിഹാരങ്ങൾ ഉപദേശിക്കുന്നതിൽ പലവിധ ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രവിധികളും ക്ഷേത്ര സങ്കല്പങ്ങളും പരിഹാരത്തിനോടനുബന്ധിച്ച് വരാറുണ്ട്. അങ്ങനെ ഒരു വരവിൽ ശ്രീ തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തെ പറ്റിയും എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ യാത്രയുടെ വിശേഷം എന്ന് പറയുന്നത്, ഞങ്ങൾ ഏകദേശം ആ ഭക്ഷണ സമയത്ത് ഈ പെട്രോൾ ബങ്ക് എന്ന് പറഞ്ഞ പെട്രോൾ അടിക്കാൻ പറ്റുന്ന ഇതും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സ്ഥലത്ത് ബസ് നിർത്തി. അവിടെ നമ്മൾക്ക് ഭക്ഷണം ചപ്പാത്തിയും കറിയുമായിരുന്നു. അത് വളരെ വിശേഷപ്പെട്ട ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു. എല്ലാവർക്കും അത് സംതൃപ്തിയാവുകയും ചെയ്തു. പിന്നീട് യാത്രയുടെ സുഖത്തിൽ മയങ്ങിപ്പോവുകയും യാത്ര എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലുള്ള ട്രാക്കിലുള്ള ശബ്ദം നമ്മൾ കേൾക്കും. ട്രാക്കിലുള്ള ശബ്ദം കട 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 എന്നുള്ളൊരു ശബ്ദം കേൾക്കും. പക്ഷേ അതില്ല എന്നുള്ളതാണ് നമുക്കൊരു സവിശേഷത വരാനുള്ളത്. ട്രെയിൻ യാത്ര സുഖകരമായിരിക്കും, ടയേർഡ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണെങ്കിലും അതിൻ്റെ ശബ്ദം ഉണ്ടാവും. ഇതിൽ അത് ശബ്ദം പോലും ഇല്ല എന്നുള്ളത് പറയാണ്. അത്രയ്ക്കും വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. പിന്നെ ഡ്രൈവറുടെ കൺട്രോൾ എന്ന് പറയുന്നത് 80, എൻ്റെ ഒരു നിഗമനം വെച്ച്, ഞാൻ മീറ്ററിൽ പോയി നോക്കിയിട്ടൊന്നുമില്ല, ഏതെങ്കിലും 80-100 എന്ന ഇടയിലുള്ള ഒരു സ്പീഡോട് കൂടിയിട്ടാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ജാഗ്രതയോടുകൂടിയും അതുപോലെ തന്നെ എവിടെ എത്തുമ്പോൾ എവിടെ എന്ത് ചെയ്യണം എന്നുള്ളതും ഇരിക്കുന്നവർക്കോ ഉറങ്ങുന്നവർക്കോ യാതൊരു ബുദ്ധിമുട്ടില്ലാതെയും ഉള്ള ഒരു യാത്ര എന്ന് വേണം ഇതിന് വിശേഷിപ്പിക്കാൻ. അപ്പോൾ ഏകദേശം യാത്രയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിദ്രയിലാണ്ടുപോവുകയും അവിടെ നിദ്രയിലാണ്ടുപോയും യഥാസ്ഥാനത്ത്, അതായത് തിരുപ്പതി എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും എത്തിച്ചേരുന്ന സമയത്ത് ഏകദേശം നമ്മൾ പറഞ്ഞത് 3 മണി എന്നായിരുന്നു. പക്ഷേ 5-5:15 എന്നുള്ള സമയത്താണ് എത്തിയത്. അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമെല്ലാം നല്ല അടിപൊളി റൂമുകളായിരുന്നു. VIP റൂമുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന റൂമുകളായിരുന്നു എന്ന് തന്നെ പറയാം. AC കണ്ടീഷനോടുകൂടിയും ആധുനിക സംവിധാനപരമായിട്ടുള്ള ഇപ്പോഴത്തെ അനുസരിച്ചിട്ടുള്ള റൂം സംവിധാനങ്ങളും എല്ലാം വളരെ വിശേഷമായിരുന്നു. അതിനുള്ള ഉത്തരവാദിത്തം ശ്രീ പാണ്ഡവാസിന് അഭിനന്ദിക്കാവുന്നതാണ്. ഇത്രയും സൗകര്യം ചെയ്തു കൊടുത്തതിന് അതിൻ്റെ ഭാരവാഹികളായ ശ്രീ ശിവൻ എന്ന ശിവചേട്ടനും അവരുടെ മകനായിട്ടുള്ള ശ്രീ സൂരജായിരുന്നു ഞങ്ങളുടെ കൂടെ അന്നേക്ക് യാത്രികനായിട്ടുണ്ടായിരുന്നത്. അതായത് ഞങ്ങളുടെ ഒരു ഗൈഡായിട്ടും ഒരു സ്നേഹിതനായിട്ടും ഒരു സഹോദരനായിട്ടും ഒരു മകനായിട്ടും എല്ലാം ഞങ്ങളുടെ കൂടെ ആളുണ്ടായിരുന്നു. ആളും ഡ്രൈവ് ചെയ്യുമായിരുന്നു. അതുകൂടാതെ അവരുടെ കൂടാതെ വേറൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു വ്യക്തി. അത് ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്. കാരണം വെച്ച് പറഞ്ഞാൽ അവരുടെ ബസ് എറണാകുളം വൈറ്റിൽ നിന്ന് എത്തിയ ബസ് മുൻകൂട്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള പാചകമെല്ലാം അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് അവർ പറഞ്ഞു, ഇത്ര മണിക്ക് എണീക്കണം, നമ്മൾക്ക് ഇത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റാണ്, ഇത്ര മണിക്ക് നമ്മൾ കാളഹസ്തി എന്ന സ്ഥലത്തേക്ക് പോകണം. കാരണം വെച്ച് പറഞ്ഞാൽ നമ്മൾ എത്തിയത് 5 മണിക്കാണ്. അത് കാരണം നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. പിന്നെ അവർ അന്വേഷിച്ചപ്പോൾ തലേ ദിവസം നിന്നവർക്ക് പോലും ടിക്കറ്റ് കിട്ടിയില്ല. അതായത് ഞങ്ങൾ പോയി എത്തിയത് ഞായറാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ശനിയാഴ്ചക്ക് ഉള്ള രാത്രി 2 മണിക്ക് കൊടുത്ത ടിക്കറ്റ് ഏകദേശം 5 മണിയാകുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്.
പിന്നീട് അന്ന് രാത്രി ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കാളഹസ്തി എന്ന സ്ഥലത്തേക്ക് നമ്മൾക്ക് പോകണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കണം എന്ന മുൻകൂട്ടിയുള്ള അറിവുണ്ടായിരുന്നു. അതുപ്രകാരം തന്നെ ഞങ്ങൾ എല്ലാം റെഡിയായി കാലത്ത് എണീറ്റ് വന്ന് ചായ, കട്ടൻ ചായ ആയിരുന്നു, ചിലവർക്ക് കട്ടൻ ചായ ആയിരുന്നു. എനിക്ക് പാലൊഴിച്ച ചായ കാലത്ത് മോഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ പാലൊഴിച്ച് അതിൽ എതിർവശത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു, നല്ല ചായയായിരുന്നു. അതെല്ലാം കഴിച്ച് നമുക്ക് വേണ്ടപ്പെട്ട പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം കൂടിയെല്ലാം കഴിഞ്ഞ് കാളഹസ്തിയിലേക്ക്, അവിടുന്ന് ഏകദേശം 40 കിലോമീറ്ററോളം കാളഹസ്തിയിലേക്കുള്ള യാത്രയുണ്ട്. എവിടെയും മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതും മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചെരുപ്പ് സൂക്ഷിക്കാൻ, ചില ഞായറാഴ്ച ആയ കാരണം കൊണ്ട് എല്ലാവരും തിരക്കുകളുണ്ടാവും. അത് കാരണം ചെരുപ്പ് സൂക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെരുപ്പ് വിൽക്കാനുള്ള സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ സമയം കുറേ വേസ്റ്റാവും. അത് കാരണം നിങ്ങൾ ചെരുപ്പ് ഇടാതെ പോവുകയാണ് നല്ലത് എന്നും ഉള്ള വിശേഷണങ്ങളും എല്ലാം മുൻകൂട്ടി പറഞ്ഞു തന്നിരുന്നു. കാളഹസ്തി പറഞ്ഞ സ്ഥലം, എൻ്റെ സങ്കല്പത്തിൽ കാളഹസ്തി എന്നൊരു സ്ഥലം ഞാൻ മുൻകൂട്ടി ചെറുപ്പകാലത്ത് കൊണ്ട് അറിയാൻ തുടങ്ങിയതാണ്, ബുദ്ധി വെച്ചതിന് ശേഷം. ആ കാളഹസ്തി എന്ന സ്ഥലം അത്ഭുതകരമായിട്ടുള്ള, അതിനുശേഷം ആ യാത്ര അല്ലെങ്കിൽ ആ കാളഹസ്തി ശിവലിംഗം ശിവനെ ഭഗവതിച്ച്, അതുപോലെ തന്നെ അവിടെ തന്നെ മറ്റുള്ള ഉപപ്രതിഷ്ഠകളുണ്ട്. ആ പ്രതിഷ്ഠകളെല്ലാം തൊഴുത്, ഇഷ്ടംമാരെ പ്രതിഷ്ഠകളുണ്ട്, അതെല്ലാം തൊഴുത് വീണ്ടും വാഹനത്തിലേക്ക് വന്ന് വാഹനത്തിലേക്ക് കയറി ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഉച്ചയാവുന്നതോട് കൂടിയിട്ട് ലഞ്ചിനുള്ള സമയത്തിന് വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ ഭക്ഷണം കഴിച്ച്, ഭക്ഷണം വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം തന്നെയായിരുന്നു. അതായത് അന്നത്തെ ഭക്ഷണം എന്ന് വെച്ച് പറഞ്ഞാൽ പുലാവ് എന്ന് പറയുന്ന മിക്സിഡമായിട്ടുള്ള വെജിറ്റബിളും റൈസും എല്ലാം എല്ലാം ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു. അത് നന്നായിരുന്നു എന്ന് തന്നെ പറയാം. വളരെ വയറ്റിന് നല്ല സുഖമുള്ള ഇത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 4:30 നമ്മൾക്ക് പത്മാവതി ക്ഷേത്രത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട്. റെസ്റ്റ് എടുത്തു. അതിനുശേഷം കറക്റ്റായിട്ട് തന്നെ 4:30 ശ്രീനിവാസ അമ്പലത്തിലേക്കാണ് നേരെ പോയത്. ശ്രീനിവാസ അമ്പലത്തിലേക്ക് പോയി അവിടുത്തെ ദർശനം കഴിഞ്ഞ് നേരെ പത്മാവതി ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത്. പത്മാവതി ക്ഷേത്രത്തിലേക്ക് പോയി പത്മാവതി ക്ഷേത്രത്തിലും അതുപോലെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറയാം. അവിടെ മഹാലക്ഷ്മിയാണ് പത്മാവതിയായിട്ട് ഉള്ളത്. മഹാലക്ഷ്മി ആണ്. ഭയങ്കര തേജസ്സോടുകൂടിയും ഐശ്വര്യത്തോടു കൂടിയുള്ള ഒരു ദർശനമായിരുന്നു എന്ന് തന്നെ പറയാം. വിഷ്ണു ഭഗവാന്റെ പത്നി എന്നറിയപ്പെടുന്ന ഇത് തിരുപ്പതി വെങ്കടാചലപതിയുടെ ഭാര്യയായി, അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ സ്വാമിയുടെ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു, പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, ഉപദേവതകളുണ്ടായിരുന്നു. അവിടെയും നല്ല ദർശനത്തോടുകൂടി കിട്ടി. അതിനുശേഷം നല്ല തിരക്കായിരുന്നു. ഒരുപാട് നേരം ലൈൻ നിന്നിട്ടാണ് ദർശനമെല്ലാം കിട്ടിയത്. കിട്ടിയ ദർശനം നല്ല അനുകൂലപരമായിട്ടുള്ള ദർശനം തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച് റൂമിലേക്ക് എത്തുകയും റൂമിലേക്ക് എത്തി കറക്റ്റ് ഭക്ഷണം കഴിച്ച് 9 മണിക്കെല്ലാം നമ്മൾ ലയൻ പോയി നിൽക്കണം. അതായത് ടിക്കറ്റ് എടുക്കുവാൻ തിരുമല ശ്രീ വെങ്കടാചല ഭഗവാനെ ദർശനം കിട്ടുവാനായി ടിക്കറ്റ് എടുക്കണം. ഫ്രീ ടിക്കറ്റാണ്. പക്ഷേ അതിന് 2 മണിക്കാണ് ടിക്കറ്റ് എടുത്ത് തുടങ്ങുക. ഈ 2 മണിക്ക് ടിക്കറ്റ് എടുത്ത് തുടങ്ങിയാലേ നമ്മൾക്ക് ദർശനം, എത്ര മണിക്കുള്ള ദർശനത്തിനുള്ള എൻട്രൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതിന് 9 മണിക്ക് പോയി നിന്നാലേ
2 മണി 2:30 നമുക്ക് ടിക്കറ്റ് കിട്ടുകയുള്ളൂ. ആ ടിക്കറ്റ് കിട്ടുന്നതാവട്ടെ ഉച്ചയ്ക്ക് ശേഷമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു.